അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കീൻവ പൊതിക്കീൻവ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു റീൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ, സോറി. എന്നും പറയുന്ന പോലെ 1-2 ആൾക്കാരൊക്കെ ചോദിക്കാറുള്ളൂ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയും അതേപോലെ ഇനി അഥവാ ചോദിക്കാൻ തോന്നിയാലോ എന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അറിയാൻ വേണ്ടിയുള്ളവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എന്തായാലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ കീൻവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എത്ര നേരം വേവിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളാണ്. പിന്നെ വല്ല ഡയറ്റിങ്ങും ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഡയറ്റ് ഇങ്ങനെ ചെയ്തിങ്ങനെ വരാം, ഫുള്ളായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ വല്ല ചോറോ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ ഡയറ്റിങ് പോവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ. അപ്പം ഇടയ്ക്ക് ഞാൻ എൻ്റെ മനസ്സിനൊരു സന്തോഷത്തിന് ഡയറ്റിങ് ചെയ്യുകയാണെന്ന് വിചാരിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കീൻവ. ഈ കീൻവ നല്ലതാണ് കേട്ടോ. ശരിക്കും ചോറിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കീൻവ ആക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അധികം കുറേ നേരം പറഞ്ഞ് ബോറടിപ്പില്ല, നമുക്ക് നേരെ കിച്ചണിലോട്ടേക്ക് പോവാം. അപ്പോൾ എങ്ങനെയാണ് കീൻവ ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം. ചെറിയൊരു ഇതാണ്, എന്താ പറയുക, ഒരു റാഗി പോലെ കേട്ടോ ഏകദേശം കാണാൻ. ഇതാണ് സംഭവം. ഒരു കപ്പാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല കേട്ടോ. എൻ്റെ ഇവിടെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല, ഞാൻ മാത്രമേ ഇത് കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഒരു 2-3 ദിവസത്തേക്ക് ഇങ്ങനെ കുറച്ചായിട്ട് എടുക്കും. ഒരു കപ്പാണ് കേട്ടോ എടുത്തത്. എനിക്ക് തോന്നുന്നത് കുറച്ചധികം ഉണ്ട്. എന്തായാലും ഒരു കപ്പിൻ്റെ കണക്കിൽ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ചൂടുവെള്ളം കേട്ടോ. അപ്പോൾ നമുക്കിത് കഴുകാം. ഉണ്ടോ? അപ്പോൾ അതിൻ്റെ ആ ഒരു കച്ചറ വേസ്റ്റൊക്കെ ഇങ്ങനെ മേലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതൊരു 3-4 പ്രാവശ്യം നല്ലോണം കഴുകണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഞാൻ കഴുകി കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരും കേട്ടോ. അത് നല്ല വൃത്തി, നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴുകി കഴിഞ്ഞിട്ടോ ഞാനൊരു 3 പ്രാവശ്യമില്ല, 4-5 പ്രാവശ്യം കഴുകി കേട്ടോ. അപ്പോൾ നമുക്ക് കീൻവയിലോട്ടേക്ക് 4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം 4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ ഞാൻ 12:30ക്കാണ് കീൻവ വേവിക്കാൻ വെച്ചത്. അപ്പോൾ എത്ര നേരം എടുക്കുമെന്ന് നോക്കാം. ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വെന്തിട്ടില്ല എപ്പോഴും. ഇപ്പം 12:40 ആയി. അപ്പോൾ എത്ര നേരം എടുക്കും നോക്കാം. ചിലപ്പോൾ ഇനിയിപ്പോൾ 2 കപ്പും വെള്ളം വേണ്ടി വരും എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാം. ഏകദേശം ഇങ്ങനെ അയച്ചാലുള്ളൂ കണ്ടോ. ഇനിയും ഒന്നും കൂടി ആവാണ്ട് ഞാൻ കുറച്ചൊന്ന് വേവിക്കും, എന്നാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേണ്ടേ, കറീൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് നല്ലോണം ഒന്ന് വേവിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വേവട്ടെ, ഒന്ന് ഇളക്കി നോക്കാം നമുക്ക്. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ചോറ് ഇങ്ങനെ വെന്തോന്നൊക്കെ നോക്കൂല, അതേപോലെ തന്നെ ആയിട്ടില്ല, കുറച്ചും കൂടി ആവാണ്ട്. ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളത് വന്നിട്ടില്ല, ഇപ്പോഴൊരു കടിക്കുന്ന പോലെയാണ് വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി ആവട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ കീൻവ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒന്നും കൂടി ആവണം തോന്നാണ്ട്, കുറച്ചും കൂടി വേവാൻ തോന്നാം. അതുകൊണ്ട് ഞാൻ വെച്ച് 2 കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ ഞാൻ കീൻവ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഈ കപ്പ് കണക്കൊന്നും നോക്കലില്ല. ഞാനിങ്ങനെ കുറച്ചധികം വെള്ളം ഒഴിച്ച് നല്ലോണം വേവിക്കലാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ കറക്റ്റ് അളവ് എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കപ്പിൻ്റെ കണക്കൊക്കെ ഒന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കീൻവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് നേരെ അപ്പം നമ്മളെ കീൻവ പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം.
അപ്പോൾ ഞാൻ അതിൻ്റെ ടൈം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഞാൻ 12:30ക്കാണ് വെച്ചത്, 1 o'clock ആണ് കേട്ടോ കറക്റ്റ്. അപ്പം ഹാഫ് ആൻ അവർ കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. ഇത് കഴിച്ചാലില്ലേ വയറ് ഫുള്ളാവും കേട്ടോ. അപ്പം ഇത് ബാസ എന്ന് പറഞ്ഞ മീനിൻ്റെ ഒരു തേങ്ങ അരച്ച കറി കേട്ടോ. കുറച്ച് എരിവൊക്കെ ഉണ്ട്. കുറച്ച് കുക്കുംബർ ബീട്രൂട്ട് വേവിച്ചത് കേട്ടോ. അപ്പം ഇനി കഴിക്കാം. ഇതാണ് സംഭവം. നല്ലോണം വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കീൻവ. അപ്പോൾ നമുക്ക് കറിയും കീൻവയും മിക്സ് ചെയ്യാം. എന്തെങ്കിലും കറി വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്തായാലും ചോദിച്ചവർക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് കീൻവ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും കീൻവ എന്താണെന്നും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇടയ്ക്ക് കുക്കിങ്ങൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ. ഇത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ വേവിച്ചിട്ട് കിട്ടും. അപ്പോൾ നല്ല സുഖമാണ്, എളുപ്പത്തിൽ മുറിച്ചിട്ട് കഴിച്ചാൽ മതി.